മിക്ക പാരന്റ്സും ചോദിക്കുന്ന ചോദ്യമാണ് വാ തുറക്കാൻ പോലും സമ്മതിക്കാത്ത കുട്ടികളെ എങ്ങനെയാ ഡോക്ടറെ ബ്രഷ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇതിനുള്ള പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ പല്ലുകളും വന്ന് അതിൽ തന്നെ ഒന്നോ രണ്ടോ പല്ല് കേടായതിനു ശേഷമാണ് നമ്മൾ അവരെ ബ്രഷിങ്ങിനെ നിർബന്ധിക്കുന്നത്, അല്ലേ? ഇതിനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ക്യാച്ച് ദം യങ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ, എന്ന് വെച്ചാൽ പല്ലുകൾ വരുന്നതിന് മുന്നേ തന്നെ ദന്ത സംരക്ഷണം തുടങ്ങും. ഇതിനായി കുഞ്ഞു ബേബീസ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് അവരുടെ മോണയും നാക്കും കവിളും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ കോട്ടൺ തുണി യൂസ് ചെയ്യാം. ഇതിനിപ്പോ സൈലിറ്റോൾ വൈപ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു 6-8 മാസമൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് മുൻനിരയിലെ പല്ലുകൾ വന്നു തുടങ്ങും. ആ സമയത്ത് ഇതുപോലത്തുള്ള ഫിംഗർ ബ്രഷസ് യൂസ് ചെയ്താൽ പല്ലുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദം. ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് കളേഴ്സിനോടും ടോയ്സിനോടൊക്കെ അട്രാക്ഷൻ തുടങ്ങുന്ന സമയമായിരുന്നു. ഈ സമയത്ത് സൈഡിൽ പല്ലുകളൊക്കെ വന്നിട്ടുണ്ടാവും. ആ ടൈമിൽ നമുക്ക് ഇതുപോലത്തെ ലോങ് ഹാൻഡിലുള്ള ടൈപ്പ് ബ്രഷസ് കൊടുക്കാം. ഇതിൽ തന്നെ ടോയ്സ് ഒക്കെ, കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ടൈപ്പ് അവൈലബിൾ ആണ്. ഇത് വെച്ച് ആദ്യം അവർ തന്നെത്താനെ ചെയ്തോട്ടെ, പിന്നെ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും അണപ്പല്ലുകളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ 3 സൈഡഡ് ബ്രഷസ് യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ പല്ലിന്റെ എല്ലാ വശവും വൃത്തിയായി നമുക്ക് ഉറപ്പുവരുത്താം. മൂന്നാമത്തെ കാര്യം, ഇതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ബ്രഷിംഗ് ഫോളോ ചെയ്യാം. എന്ന് വെച്ചാൽ വെള്ളവും പേസ്റ്റും ഒന്നും യൂസ് ചെയ്യാതെ ബ്രഷ് മാത്രം വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഇതുപോലത്തെ ടൈപ്പ് ബ്രഷസ് അവൈലബിൾ ആണ്. ഇത് ചുമ്മാ ഒരു ടോയ് ആയിട്ട് അവർ കയ്യിൽ കൊടുത്തിട്ട് വായിൽ വെച്ച് കടിച്ചിട്ട് 2 സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം പ്ലാക്ക് റിമൂവൽ കിട്ടും. ഇത് നമുക്ക് പേസ്റ്റ് യൂസ് ചെയ്തെങ്ങാനും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് തന്നെ പല ടൈപ്സ് അവൈലബിൾ ആണ്. അതേപോലെ ലൈറ്റും സൗണ്ടൊക്കെ ഉള്ള ടൈപ്പ് അവൈലബിൾ ആണ്. അപ്പൊ അവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നാലാമത്തെ കാര്യം, മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് സെൽഫ് കെയർ റൂട്ടീൻ. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അവരെ കൂടെ നിർത്തി ബ്രഷ് ചെയ്യിപ്പിക്കാൻ. ഈ ഒരു ഏജ് ആകുമ്പോഴേക്കും കുട്ടികൾ നമ്മൾ പാരന്റ്സിനെയും സിബ്ലിങ്സിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന പ്രായമായിരിക്കും. അപ്പൊ സിബ്ലിങ്സിന്റെ ഒക്കെ കൂടെ നിർത്തിയിട്ട് ബ്രഷിങ് കൂടെ ചെയ്യിപ്പിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, ഒരിക്കലും പാൽപ്പല്ലിനെ കുറിച്ചിട്ട് അവരോട് ഇമ്പോർട്ടന്റ് അല്ലാതെ സംസാരിക്കരുത്. ഇത് പാൽപ്പല്ലല്ലേ, പോയി വരാനുള്ള പല്ലല്ലേ എന്ന രീതിയിൽ അവർ മുന്നിൽ ഒരിക്കലും സംസാരിക്കരുത്. കാരണം ഈ പല്ലുകളാണ് ഇനി വരാൻ പോകുന്ന പല്ലിന്റെ ഡയറക്ഷനും സ്പേസും എല്ലാം ഗൈഡ് ചെയ്യുന്നത്.